പനി വന്നു കേട്ടോ. പനി വന്നപ്പോഴത്തേക്കും പിന്നെ എന്നെ റൂമിലോട്ട് തന്നെ വിട്ടു. പനി മാറിയിട്ട് പിന്നെ വേദനയൊക്കെ ഉള്ളത് ഇതൊക്കെ വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പനിയൊക്കെ ആയി. അപ്പോൾ എല്ലാവർക്കും പേടിയായി. പനിയൊക്കെ ആയപ്പോൾ ഇനി എന്താകും എന്നുള്ളതായിട്ടോ. അങ്ങനെ ഡോക്ടർ പറഞ്ഞ 2-ാം തീയതി എന്നുള്ള ഒരു ഡേറ്റ് വന്നു, ജനുവരി 2. അപ്പം ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പം നോക്കിയിട്ട് കാര്യമില്ല, സിസേറിയൻ ചെയ്യാം, വേദന കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ 2-ാം തീയതി രാവിലെ ഒരു മരുന്നും കൂടി വെച്ച് നോക്കാം, എന്നിട്ട് വേദന വന്നില്ലെങ്കിൽ സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സംഭവിച്ചു. വേദനയും കാര്യങ്ങളൊന്നും വന്നില്ല. അങ്ങനെ സിസേറിയൻ എന്നുള്ള കടമ്പയിലോട്ട് കടന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഒരു 6 ദിവസമായി കേട്ടോ. അങ്ങനെ സിസേറിയനിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര സങ്കടം. കാരണം നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ സിസേറിയനൊക്കെ ചെയ്ത് ചിലപ്പോൾ കുട്ടീനെ കിട്ടും, ചിലപ്പോൾ അമ്മേനെ കിട്ടും, ചിലപ്പം അങ്ങനെയുള്ള മരിക്കുമോ എന്നുള്ളൊരു പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. കാരണം അന്ന് ഒരു പക്വതയില്ലായ്മയായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറയായിരുന്നു, കുട്ടി മരിച്ചു കഴിഞ്ഞാൽ ഏട്ടൻ നിങ്ങൾ നല്ല അതായത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കുട്ടീനെ നല്ലോണം നോക്കണം എന്നുള്ള പറയുമായിരുന്നു കേട്ടോ. എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഏട്ടനും ഉള്ളിൽ ഭയങ്കര വിഷമമായിട്ടോ. കാരണം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയായി. അങ്ങനെ സിസേറിയൻ ചെയ്തു. ഒരു 8:30 ആയപ്പോഴത്തേക്കും കുഞ്ഞിനെ എടുത്തു കേട്ടോ. അപ്പം ആദ്യം അമ്മയൊക്കെ പറയുമായിരുന്നു കേട്ടോ, കൊച്ചിനെയും കൊണ്ട് സിസ്റ്റർമാർ പുറത്ത് കാണിക്കാൻ പോയപ്പം കൊച്ചിനെ കൊണ്ട് പുറത്തേക്ക് പോയപ്പോഴത്തേക്ക് കൊച്ചിനെ നോക്കുന്നില്ല എന്ന്. എന്താണെന്ന് ചോദിച്ചപ്പോൾ അതായത് അവൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ കൊച്ചിനെ കാണുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം മാത്രം കൊച്ചിനെ എടുത്തുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ആൾ പറയുമായിരുന്നു എന്നെപ്പോലെ ആവണം കൊച്ച്, അതായത് ആളെപ്പോലെ ആവണം എന്നായിരുന്നു പറഞ്ഞിരുന്നത് കേട്ടോ. അതായത് റെഡ് ചുണ്ട്, വെളുത്ത മുഖം, എന്നെ ടോട്ടലായിട്ട് പുള്ളിനെ പോലെ വേണം എന്നുള്ള ഒരാഗ്രഹം ആൾക്കുണ്ടായിരുന്നേ. അപ്പം എനിക്ക് കൊച്ചിനെ കാണിച്ചു തരുന്ന ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എൻ്റെ കണ്ണിൽ കൂടിയൊക്കെ വെള്ളം ഇങ്ങനെ വന്നു, എനിക്ക് കരച്ചിൽ വന്നു കൊച്ചിൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോഴത്തേക്കും. കാരണം ആളെപ്പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. മോനായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, കാരണം ആളെപ്പോലെ തന്നെ. അപ്പം ഞാൻ സിസ്റ്ററോട് അയ്യോ ഇത് ഏട്ടനെ പോലെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കരയുന്നത്. എന്നിട്ട് സിസ്റ്റർ പറഞ്ഞു ഒരു ഉമ്മ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനങ്ങനെ ഉമ്മ കൊടുത്തു കേട്ടോ. അപ്പോൾ ആ ഒരു നിമിഷം നമ്മുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം 7 വർഷം എന്നുള്ളത് നമ്മൾ കൊച്ചിന് വേണ്ടി കാത്തിരുന്നിട്ട്, അതേപോലെ